ഇരുട്ടിലായിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ആ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി. ആദ്യം നമ്മുടെ വീട്ടിൽ ഉപ്പുള്ളവരായിരിക്കും, ടേസ്റ്റ് പകരുന്നതായിരിക്കും, അവരെ സംരക്ഷിക്കുന്നവരായിരിക്കാം. ചീഞ്ഞു പോകാതെ, അളിഞ്ഞു പോകാതെ, കേടുപറ്റാതെ ഒരു സംരക്ഷകനായിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-14 വാക്യം. കൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. കേട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇത് നിങ്ങളോട് ദൈവം തന്നതായ ദൂതാണ് നിങ്ങളോട് പറയുവാൻ വേണ്ടി. എല്ലാവരും ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വായിച്ച ദൈവവചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ബഹുമാനത്തോടെ, കർത്താവെ, ഞാൻ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ ശക്തി എൻ്റെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തെ പറ്റി പറയുമ്പോൾ, മത്തായി എന്ന പേരിൻ്റെ അർത്ഥം യഹോവയുടെ ദാനമെന്നാണ്. അതിൻ്റെ അവിടെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവിടെ എന്തെങ്കിലും കുറിപ്പ് പോലെ എഴുതി വെച്ചാൽ ഓരോ പുസ്തകത്തിൻ്റെ നമുക്ക് പഠിക്കുവാൻ കഴിയും. മത്തായി എന്ന പേരിൻ്റെ അർത്ഥം യഹോവയുടെ ദാനമെന്നാണ്. ലേവി എന്നും അവന് പേരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ദാനമായിട്ട് എന്തുമാത്രം കൃപകൾ നൽകി അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നും പുകഴുവാനില്ല, ഒന്നും പറയുവാനില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ, അങ്ങ് ദാനമായി നൽകിയതാണ് എൻ്റെ ആയുസ്. ഹല്ലേലൂയ. അങ്ങ് ആരോഗ്യം എനിക്ക് ദാനമായിട്ട് നൽകി. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി സൂചകമായി ആലയത്തിലേക്ക് ഓടി വന്ന് കർത്താവിന് നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. മത്തായി സുവിശേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഹല്ലേലൂയ, മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ആരായിട്ടാ? രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ മർക്കോസിൽ ആരായിട്ടാ ചിത്രീകരിച്ചിരിക്കുന്നത്? മർക്കോസിൽ ദാസനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ചെറിയൊരു കുറിപ്പ് വേണമെങ്കിൽ എഴുതി വെക്കാം. ഹല്ലേലൂയ. ലൂക്കോസിൽ എന്തായിട്ടാ ചിത്രീകരിച്ചിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞേ, മനുഷ്യപുത്രനായിട്ട്. ചേർന്ന് പറഞ്ഞേ, മനുഷ്യപുത്രനായിട്ട്. മത്തായിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജാവ്, രാജാതി രാജാവായിട്ട്, കർത്താതി കർത്താവായവൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതാ പറഞ്ഞിരിക്കുന്നത്. തെളിവ് അതാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞതായ കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന പാട്ടുകാരൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് സമദാസ് പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയമൊന്ന് തുറന്ന് ദൈവസന്നിധിയിൽ കർത്താവിന് മഹത്വം കരേറ്റുന്നെങ്കിൽ കർത്താവ് കേട്ട് മറുപടി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് കരയാനും പറയാനും ഏതെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ജോസഫിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. അവൻ സഹോദരങ്ങളെയൊക്കെ കണ്ടപ്പോൾ കരയാൻ വേണ്ടി എന്തന്വേഷിച്ചു? ഒരു സ്ഥലം അന്വേഷിച്ചു. സ്തോത്രം.
ഹല്ലേലൂയ. മത്തായിയിൽ യേശു കർത്താവിനെ രാജാതി രാജാവായിട്ട് പറഞ്ഞിരിക്കുന്നു, കർത്താതി കർത്താവായിട്ട് പറഞ്ഞിരിക്കുന്നു, മെശിഹായായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മർക്കോസിലെ ദാസനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസിലെ മനുഷ്യപുത്രൻ. സ്തോത്രം. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന എന്തിന്? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാജാതി രാജാവായ കർത്താവ് പറയുന്നു, രണ്ട് കാര്യങ്ങൾ പറയുകയാ. എന്താ നാം വായിച്ച് കേട്ടത്? ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മറ്റൊന്ന് എന്താ വെളിച്ചം? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ നമുക്ക് ആ ഭാഗത്തിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഉപ്പെന്ന് പറയുന്നത് എന്തോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഉപ്പ് എന്താ? കല്ലുപ്പ് അല്ലേ? ഹല്ലേലൂയ. ഇപ്പോൾ ഈ കല്ല് മാറി പൊടിയിലോട്ടായി അല്ലേ? ഇടാനൊക്കെ എളുപ്പം. മറ്റേ ഇച്ചിരി അളവ് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ എന്തോ നാടൻ ഭാഷ പറഞ്ഞ് വിവരം അറിയും. ഹല്ലേലൂയ. സ്തോത്രം. ഉപ്പിടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞതായ ഓരോ വ്യക്തിയും നെഞ്ചത്ത് കരമച്ച് പറയണം, ഞാനൊരു ഉപ്പാകുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, കരമച്ചൊന്ന് പറഞ്ഞേ, ഞാനൊരു ഉപ്പാകുന്നു. ദൈവസഭയ്ക്ക് ഞാനൊരു ഉപ്പാകുന്നു. എൻ്റെ കുടുംബത്തിന് ഞാനൊരു ഉപ്പാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കല്ലുപ്പ് ഇത് നല്ല ലവണമാണ് അല്ലേ? പൊടിയേക്കാളും നല്ല ലവണമാണ്. ഇതിനെ ഒരു പിടി ഒന്ന് വാരി അതിനെ കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് അതൊന്ന് മുറുക്കി പിടിച്ചാൽ എന്തായിരിക്കും? വിവരമറിയും. കൈ മുറിയും, അല്ലെങ്കിൽ നല്ല വേദന എടുക്കും. സ്തോത്രം. ഇതുപോലെയാണ് ഓരോ വിശ്വാസിയും. നല്ല കാരമുണ്ട്, ഒന്ന് സമീപിച്ച് നോക്കണം അടുത്തോട്ട്. ഹല്ലേലൂയ. എങ്ങനെ ഇരിക്കും? നല്ല രുചിയാണ്, കറിയിലിടാം, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് മുറുക്കി ഒന്ന് സമീപിച്ചാൽ മതി. എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയുന്ന ഒരു രാജാതി രാജാവ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അവൻ്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് സമർപ്പിക്കണപ്പാ, ഞാൻ ഇന്ന് ഏത് നിലവാരത്തിലായിരിക്കുന്നു? മറ്റുള്ളവർക്ക് രുചി പകരുന്ന അവസ്ഥയിലാണ്. ഓക്കെ, സഭയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉപവസിക്കുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്, ഞാൻ ചിലത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ എനിക്കങ്ങോട്ട് വേണ്ടുമ്പോലെ അതൊന്ന് അലിയുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അലിയണമെങ്കിൽ എന്ത് വേണം? അത് ലേശം വെള്ളം ഒഴിച്ചു നോക്കണം. ഹല്ലേലൂയ. വെള്ളം അതിൽ വീണാൽ മാത്രമേ അത് അലിയത്തുള്ളൂ. അല്ലാതെ എത്ര നാൾ എങ്ങനെ ഇരുന്നാലും അത് കല്ലുപോലെ തന്നെ ഇരിക്കും. സ്തോത്രം. വളരെ പെട്ടെന്ന് അലിയുന്നത് പൊടി. അത് ലേശം പൊടിയുപ്പാ. അത് ലേശം വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങനെ. ചിലരങ്ങനെയാ, പൊടിയുപ്പ് പോലെയാ. ഹല്ലേലൂയ. അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ ആത്മീയവൽക്കരിച്ച് പറയട്ടെ പ്രിയമുള്ളവരെ, ഈ ഉപ്പ് പോലെ കർത്താവേ എന്നെ മാറ്റണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഉപ്പൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഹല്ലേലൂയ ഘടകമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഉപ്പ് ഒരു പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നാമതെന്താ? ഉപ്പ് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഈ സംഭവം വെച്ചാണ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എന്തിനാ? ചീഞ്ഞു പോകാതെ, അഴുകിപ്പോകാതെ. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രിസർവേറ്റീവായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നു. എന്തിനാ? ചീഞ്ഞു പോകാതെ, അളിഞ്ഞു പോകാതെ, കേടുപറ്റാതെ ഒരു സംരക്ഷകനായിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്തായിട്ട് കണ്ടിരിക്കുന്നു? കേടുപറ്റാതെ. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത്, നമ്മുടെ വീട്ടിൽ, ആദ്യം നമ്മുടെ വീടെടുക്കാം. ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പാസ്റ്റർ പറഞ്ഞതിനും വേണ്ടി ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എത്ര പേര് കർത്താവിനെ അറിയാനുണ്ട് ഒരു ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കിയിട്ട് എഴുതി വെച്ചിട്ട് ആദ്യം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രിസർവേറ്റീവായിട്ട്, ഒരു സംരക്ഷകയായിട്ട്, ഒരു സംരക്ഷകനായിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ആദ്യം ജെറുസലേമിലെ, ആദ്യം നമ്മുടെ വീട്ടിൽ ഒന്ന് ആരംഭിക്കുക. കർത്താവ് ഇത്ര പേര് എൻ്റെ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞിട്ട് യഹൂദിയയിലോട്ട് പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ശമരിയിലോട്ട് പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഭൂമിയുടെ അറ്റത്തോട്ട് പോയാൽ മതി. പക്ഷെ ആദ്യം എന്താ ചെയ്യുന്നത്?
വീട്ടിലുള്ളത് ഒരു മാനസാന്തരമില്ല. ഭാര്യയും ഭർത്താവും നോക്കിക്കഴിഞ്ഞാൽ കടിച്ചു കീറുന്ന ചെന്നായി പോലെ നിൽക്കും. ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താണു കൊടുക്കത്തില്ല. സ്തോത്രം. ദേഷ്യമാണ്. ഹല്ലേലൂയ. ഭാര്യ പറയുന്ന ഭർത്താവിന് പിടിക്കത്തില്ല, ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്കും പിടിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇത് മിക്ക വീടുകളിലും നടക്കുന്ന സംഭവമാണ് പറയുന്നത്. ആദ്യം നമ്മുടെ വീട്ടിൽ ഉപ്പുള്ളവരായിരിക്കാം, ടേസ്റ്റ് പകരുന്നതായിരിക്കാം, അവരെ സംരക്ഷിക്കുന്നവരായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ യഹൂദിയിലോട്ട് പോകാം. ഹല്ലേലൂയ. നമ്മുടെ അയൽവക്കത്ത്. ഹല്ലേലൂയ. വീട്ടിലില്ലെങ്കിൽ അയൽവക്കത്ത് ചോദിച്ചാൽ അറിയാം അവിടെ എങ്ങനെയാണ് ഉപ്പിൻ്റെ അവസ്ഥയെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്നെ ദൈവം ഒരു ഉപ്പായിട്ട് കണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്നൊരു സമർപ്പണം വേണം. കർത്താവേ, എന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെ ഭൂമിയുടെ അറ്റം വരെ കർത്താവിന് വേണ്ടി നേടുവാൻ, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 24-ാമത്തെ വാക്യം. ിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? 20-ാമത്തെ വാക്യം. പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. 20-ാമത്തെ വാക്യം നാം വായിച്ചത് അവിടെ പാപം കൊണ്ട് നിറഞ്ഞ് അശുദ്ധി വ്യാപരിച്ച് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലേക്ക് സോദോം ഗൊമോറ ആയി കഴിഞ്ഞു. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ഒരു പ്രിസർവേറ്റീവായിട്ട് നിൽക്കുവാൻ, ഹല്ലേലൂയ സംരക്ഷകനായിട്ട് അവിടെ നിൽക്കുവാൻ ഒരാളുണ്ടോ എന്ന് ഹല്ലേലൂയ ദൈവം നോക്കുകയാണ്. ആ സമയത്താണ് അബ്രഹാമിനെ ദൈവം അവിടെ കാണുന്നത്. സ്തോത്രം. അബ്രഹാം അടുത്ത് ചെന്ന് ദൈവത്തോടൊന്ന് 23-ാമത്തെ വാക്യം. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? 24-ാമത്തെ വാക്യം. പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? 50 പേരുണ്ടെങ്കിൽ അതിനെ സംഹരിക്കത്തില്ല. 28-ാമത്തെ വാക്യം. 50 നീതിമാന്മാരിൽ പക്ഷെ 5 പേർ കുറിഞ്ഞു പോയെങ്കിലോ? അവിടെ 45 ആവുകയാണ്. ആദ്യം 50 ആയി, പിന്നെ 45 ആയി. 29-ാമത്തെ വാക്യം. അവൻ പിന്നെ അവനോട് സംസാരിച്ചു, പക്ഷെ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് 40 പേരുമില്ല. ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലേക്ക് ഹല്ലേലൂയ സൊദോം ഗൊമോറ പട്ടണം ആയി മാറിക്കഴിഞ്ഞു. അവിടുത്തെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. 40 പോലുമില്ല. 30-ാമത്തെ വാക്യം വായിച്ചേ. 2-ാമത്തെ ഭാഗം, 3-ാമത്തെ ഭാഗം 30-ന്റെ. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ 30 പേരെ കണ്ടാലും ഞാൻ നശിപ്പിക്കത്തില്ല. അപ്പോൾ 30 പേരുണ്ടായിരുന്നോ? ഇല്ല, അത്ര പോലുമില്ല. സ്തോത്രം. 32-ാമത്തെ വാക്യം, അല്ല 31-ന്റെ 2-ാമത്തെ ഭാഗം ഒന്ന് കണ്ടേ, വായിച്ചേ. ഞാൻ ഇത് 20 പേരുടെ നിമിത്തം 20 പേരുമില്ലായിരുന്നു. സ്തോത്രം. അടുത്ത അവസാനമായി 32-ാമത്തെ ഭാഗം, 32-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. 10 പേര് കണ്ടാലോ ഞാൻ നശിപ്പിക്കത്തില്ല. സ്തോത്രം. പ്രിയമുള്ളവർ, എന്നെയും നിന്നെയും നമ്മുടെ കുടുംബത്തിൻ്റെ, ദേശത്തിൻ്റെ, ചുറ്റുപാടിൻ്റെ കാവൽക്കാരനാക്കി വച്ചിരിക്കുകയാണ്. നെഞ്ചത്ത് കരം വെച്ചൊന്ന് പറഞ്ഞേ, കർത്താവേ, എന്നെ അങ്ങ് എൻ്റെ ദേശത്തിൻ്റെ, എൻ്റെ സഭയുടെ, എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരിയാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ രുചിയുള്ള, ടേസ്റ്റുള്ള നല്ലൊരു ഉപ്പായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേശം ചീഞ്ഞു നാറുമ്പോൾ, അളിയുമ്പോൾ കർത്താവെ ഇടിവിൽ നിൽക്കുവാൻ ഞാൻ തയ്യാറാകും. കർത്താവേ, ഹല്ലേലൂയ, അതിനെന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എസെക്കിയേൽ 22-ന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എസെക്കിയേൽ 22-ന്റെ 30. നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആരെയും കണ്ടില്ല. ദൈവം നമ്മുടെ കുടുംബത്തെ നോക്കി വിരൽ ചൂണ്ടി പറയരുത്, നിന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ എന്നെ അന്വേഷിക്കുന്നവർ ഉണ്ടോ എന്ന് ഞാൻ ഉയരത്തിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറയുവാനിട വരരുത്. നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ ചുറ്റുപാടിൻ്റെ, നിന്റെ സഭയുടെ, നിന്റെ അയൽവക്കത്തിൻ്റെ, നിന്റെ ദേശത്തിൻ്റെ, പട്ടണത്തിൻ്റെ
കാവൽക്കാരനാക്കി വച്ചിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? കർത്താവേ, എനിക്ക് വലിയ കഴിവൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു ടേസ്റ്റ്, ഭവനത്തിലിരുന്ന് സ്തോത്രം ചെയ്ത് കരം നീട്ടി ഒന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദേശത്ത് കാണുവാനിടയായി തീരും. നശിച്ചു പോകുന്ന നിന്റെ കുടുംബത്തിലെ നിന്റെ തലമുറകളെ ഓർത്ത് ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ, ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷൻ ഉണ്ട് എന്ന് ദൈവം കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്താപ്പാ, ഞാൻ തയ്യാറാണ്, ഐ എം റെഡി ഓ ഗാഡ്. ഹല്ലേലൂയ, അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പഴയ നിയമത്തിൽ ഉപ്പിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. സ്തോത്രം. ലേവ്യ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യം ലേവ്യ പുസ്തകം 2-ാം അധ്യായം 11-13 ഒന്ന് വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 11-13. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാകവും പുളിപ്പുള്ളതായി ഉണ്ടാകരുത്. പുളിപ്പുള്ളതായി ഉണ്ടാകരുത്. പുളിച്ചതൊന്നും യാതൊരു വകത്തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. ചീത്തായത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലത്, ഉപ്പ് ചേർത്തത്. താഴോട്ടൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 13-ാമത്തെ വാക്യം. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ഭോജനയാഗത്തിലൊക്കെയും ഉപ്പ് ചേർക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിച്ചിട്ടുണ്ടോ ഇത്? ഹല്ലേലൂയ. നാം വായിച്ചു വിടുന്ന ഭാഗങ്ങളാണ്. ഒന്നുകൂടെ അത് വായിച്ചേ. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ വായിച്ചേ. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. ഉപ്പ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തത്തിലേക്ക് നമുക്ക് വരാം. 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിനെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ഇസ്രായേലിന്റെ ദൈവം, ഹല്ലേലൂയ, ദൈവമായ യഹോവ ഇസ്രായേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലല്ലോ. ഇംഗ്ലീഷില് കവനന്റ് ഓഫ് സോൾട്ട്. ഹല്ലേലൂയ, ഒരു ലവണ നിയമം. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല അല്ലേ? പെട്ടെന്ന് കേട്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരു അതിശയം തോന്നി. ദൈവം തൻ്റെ ഉടമ്പടി സ്ഥാപിച്ച്, ഹല്ലേലൂയ, നിന്റെ തലമുറയ്ക്കും വരുന്ന നിന്റെ ഈ രാജ്യത്വം നിന്റെ തലമുറയ്ക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാടൻ ഭാഷയെ പറയുന്ന കണക്ക് അരക്കിട്ട് ഉറപ്പിച്ചെന്ന് പറയുന്ന കണക്ക് ദൈവം അതിനെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതാ പറഞ്ഞിരിക്കുന്നത് ലവണ നിയമമെന്ന്, ഉപ്പ് നിയമം. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ദൈവം ചില കാര്യങ്ങൾ ഉറപ്പിക്കുവാനിടയായി തീരും. അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കർത്താവേ, പ്രയോജനമുള്ളതാക്കി എന്നെ മാറ്റണമേ, പ്രയോജനമുള്ളതാക്കി മാറ്റണമേ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന സമർപ്പിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതങ്ങളെ ദൈവം ഹല്ലേലൂയ അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലെ ലവണ നിയമത്താൽ ഹല്ലേലൂയ ഉറപ്പിക്കുവാനിടയായി തീരുമെന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആൻഡ് അൺബ്രേക്കബിൾ എഗ്രിമെൻറ്റ് ഫ്രം ഗാഡ്. ഹല്ലേലൂയ. അത്ര ഇമ്പോർട്ടൻസ് ഉപ്പിന് ദൈവം കൊടുത്തിരുന്നു, സ്ഥിരമായുള്ളൊരു ഉടമ്പടിക്ക് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് പുതിയ നിയമത്തിലോട്ടൊന്നും ഹല്ലേലൂയ വരുമ്പോൾ നമുക്ക് ഈ കർത്താവ് പറഞ്ഞ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ നമുക്കത് കാണുവാൻ കഴിയുന്നുള്ളൂ. സ്തോത്രം. അങ്ങനെ ഉപ്പൊരു പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ഉപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ഫ്ലേവറായിട്ട്. സ്തോത്രം. വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 34:8 നമുക്കറിയാവുന്ന ഭാഗമാണ്. ഉപ്പൊരു ഫ്ലേവറായിട്ട് ദൈവം ഹല്ലേലൂയ നമ്മെ കണ്ടിരിക്കുന്നു. ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് എന്തുണ്ടാകണം? രുചിയും മണവും ഉണ്ടാവണം. സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഹല്ലേലൂയ. ഈ രുചിച്ചറിഞ്ഞതായ കർത്താവിനെ നാം എപ്പോഴും രുചിച്ചറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാനാണോ? ഇല്ല. സ്തോത്രം. രുചിച്ചറിയാത്ത അനേകം പേരുണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരോട് പറയുവാൻ നമുക്ക് ഹല്ലേലൂയ കഴിവ് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യരിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. 14-ഉം 15-ഉം ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും അതല്ല, ആ പോർഷൻ അല്ല, അതിന്റെ 2-ാമത്തെ ഭാഗം. ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ഈ വാസന വെളിപ്പെടുത്താൻ വേണ്ടി ആരെയാ ദൈവം കണ്ടിരിക്കുന്നേ? ഞങ്ങളെ, എന്നെയും നിങ്ങളെയും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എന്നെ കൊണ്ടാ ഈ ക്രിസ്തുവിൻ്റെ വാസന വെളിപ്പെടുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ വാസന എങ്ങനെയാ? സ്തോത്രം. അത് രക്ഷയായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും.
ഹല്ലേലൂയ. നിത്യജീവനെ പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. സമാധാനമില്ലേ, സന്തോഷമില്ലേ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോടായിരിക്കാം, ഹല്ലേലൂയ, ചുറ്റുപാടുമുള്ളവരോ അവരോടായിരിക്കാം. സ്തോത്രം. സമാധാനത്തോടെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ വാസന നാം സ്പ്രെഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വളർന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത ആ വാക്യം തന്നെ, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. അത് ജാതികളിൽ മാത്രമല്ല, അത് നമ്മുടെ സഭയിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ, സ്തോത്രം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. ചുറ്റുപാട് ദേശത്ത് നമ്മെ അയക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിട്ട് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. മറ്റുള്ളവരോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ടേസ്റ്റോട് കൂടി തന്നെ ആയിരിക്കണം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഈ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ താഴ്മയോടെ, വിനയത്തോടെ, സഹോദര, നിങ്ങൾ കർത്താവിനെ അറിയുമെങ്കിൽ, ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുമെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ഇടയായി തീരും എന്ന് ഉപ്പിനാൽ രുചി വരുത്തി തന്നെ പറയുവാൻ ഇടയാകണം. 1 തെസ്സലോനിക്കർ 5:11 വായിക്കാമോ? ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധനയും വരുത്തിയും പോരുവിൻ. അതിൽ പ്രബോധിപ്പിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി എല്ലാവരും. വചനത്തിൽ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന. അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം കുറച്ചുകൂടെ നല്ല ഒരു ദൃഢതയുണ്ട്, ഒരു സ്ട്രോങ് ഉണ്ട്. അതൊന്ന് വായിക്കാമോ? Therefore encourage one another and build up one another. ഹല്ലേലൂയ. പരസ്പരം എൻകറേജ് ചെയ്യുവാൻ, പരസ്പരം ഒന്ന് ബിൽഡ് ചെയ്യുവാൻ, ഹല്ലേലൂയ, പണിയുവാൻ ദൈവമായ കർത്താവ്, ഹല്ലേലൂയ, നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഉപ്പിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തുമാത്രം അർത്ഥവത്തായി മാറുന്നു നമ്മുടെ ജീവിതം, അല്ലേ? സ്തോത്രം. മറ്റുള്ളവരെ കെയർ ചെയ്യുവാൻ, ബിൽഡ് ചെയ്യുവാൻ, എൻകറേജ് ചെയ്യുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുക്കാമോ? കർത്താവേ, എന്നെ അതിനായിട്ട് സഹായിക്കണമേ, അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ആ മഹത്വം ദൈവസന്നിധിയിൽ എത്തിച്ചേരട്ടെ. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് ലൈറ്റിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. യേശു, അതായത് ഇവിടെ യേശു ലോകത്തിന്റെ വെളിച്ചമാണല്ലേ. സർവശക്തനായ ദൈവം യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ വെളിച്ചമായി മാറി. ഈ യേശു ലോകത്തിന്റെ വെളിച്ചമാ. ഈ യേശു കർത്താവ് നാം മത്തായിയിൽ വായിച്ചു, എന്തു പറഞ്ഞു? വെളിച്ചമായവൻ നമ്മെ നോക്കി പറയുകയാ, ഞാൻ വെളിച്ചമായിരിക്കുന്നത് പോലെ നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ യേശു കർത്താവ് വെളിച്ചമായി തീർന്നു. അതുപോലെ നാമം ലോകത്തിന് വേണ്ടി വെളിച്ചമുള്ളവരായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടിൽ കിടക്കുന്ന, ചീഞ്ഞെളിഞ്ഞ് നാറ്റം വമിക്കുന്നതായ ജീവിതങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ഹല്ലേലൂയ. നമ്മെ ദൈവം നല്ലൊരു തണ്ടിന്മേലാക്കി വച്ചിരിക്കുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, ആക്കി വെക്കാത്തവരൊന്ന് ആഗ്രഹിച്ച കർത്താവ്, എന്നെ തണ്ടിന്മേലൊന്ന് ആക്കണമേ. എൻ്റെ വെളിച്ചം ഇപ്പോഴും പറയിൻ കീഴിലായിരിക്കുന്ന കർത്താവേ, വേണ്ടും പോലെ എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല കർത്താവേ, ദൈവം എന്നെ സഹായിക്കണമേ. അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. പലപ്പോഴും എനിക്ക് അങ്ങേക്ക് വേണ്ടി വേണ്ടും പോലെ പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല കർത്താവേ. ആ വെളിച്ചം എന്നിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി വരട്ടെ. അപ്പോൾ എനിക്ക് കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ കഴിയുമല്ലോ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ, ഹല്ലേലൂയ, താഴ്മയോടെ, ഹൃദയനുറുക്കത്തോടെ പറയുന്നു എങ്കിൽ കർത്താവ് നിന്നെ വലിയൊരു വെളിച്ചമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 60:1 വായിക്കാം. നമുക്കറിയാവുന്ന ഭാഗമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം
വന്നിരിക്കുന്നു. ഓൾറെഡി കർത്താവ് നമുക്ക് പ്രകാശം തന്നു. ഇനി എന്താ? ഹല്ലേലൂയ, എഴുന്നേൽക്കണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ഹല്ലേലൂയ. ഇരുട്ടിലായിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ആ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി. ഹല്ലേലൂയ. അടുത്ത് ഹല്ലേലൂയ, ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മളിലുള്ള വെളിച്ചം പ്രകാശിക്കണം. 2, ഹല്ലേലൂയ, ഈ വെളിച്ചം വഴികാട്ടുന്നു. സ്തോത്രം. യോഹന്നാൻ 12:35-36 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. യോഹന്നാൻ: ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇരുട്ടിൽ നടക്കുന്നവർക്ക് നാം ഒരു വഴികാട്ടിയായി മാറണം. ഒരു വിരൽ ചൂണ്ട്. ഹല്ലേലൂയ. നാം കണ്ടിട്ടില്ല, ഇന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇതുവഴി പോകാമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോട് അവർ ഇരുട്ടിലായിരിക്കുന്നത്. സ്തോത്രം. അവരെ വെളിച്ചത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഓഫീസിൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് അധ്വാനിക്കുന്നു, പൈസ മേടിക്കുന്നു, ഞാൻ മടങ്ങി വരുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നു. ഞായറാഴ്ച എന്നുള്ള ഒരു ദിവസം ഓടി വന്ന് ആരാധിക്കുന്നു, മടങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. അവൻ സമാധാനമില്ലാതെയായിരിക്കും കടന്നു വരുന്നത്, സന്തോഷമില്ലാതെയായിരിക്കും കടന്നു വരുന്നത്. നിന്റെ ഒരു ചിരി മതി. ഹല്ലേലൂയ. നിന്റെ ഒരു സ്തോത്രം മതി, നിന്റെ ഒരു പ്രാർത്ഥന മതി. അവന് വേണ്ടി അവൻ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരും. അതാ വിരൽ ചൂണ്ടി എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇന്നൊരു തീരുമാനമെടുക്കുമോ പ്രിയമുള്ളവരെ? അപ്പോൾ എൻ്റെ ചുറ്റുപാടുമുണ്ട്, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുണ്ട്. അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് നൽകിയ ഈ ഉപ്പ്, ഹല്ലേലൂയ, എന്നെ സഹായിക്കണമേ. ഈ വെളിച്ചം എന്നെ സഹായിക്കണമേ. എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. 3, വെളിച്ചത്തിൽ ഇരിക്കുന്നവർക്ക് കൂട്ടായ്മയുണ്ട്. സ്തോത്രം. 1 യോഹന്നാൻ 1:7 ഒന്ന് വായിക്കാം. വെളിച്ചത്തിൽ ഇരിക്കുന്നവർക്ക് കൂട്ടായ്മയുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. സ്തോത്രം. നമ്മൾ കർത്താവിനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു എങ്കിൽ നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. കൊയിനോനിയ, അല്ലേ? നാം മിക്കവരും കേട്ടിട്ടുണ്ട് ഈ വചനത്തെക്കുറിച്ച്. അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് എന്താ? കൂട്ടായ്മ എന്ന് പറയുന്നത്, പരസ്പരം കെയർ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മനസ്സ് നമ്മളിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. ഒരു ഉപകാരം ചെയ്യുന്നെങ്കിൽ അതിനെ സ്തോത്രം പറഞ്ഞ് അപ്പോൾ അങ്ങ് മറന്നേക്കണം. സ്തോത്രം. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചൊരു ഉപകാരം അവർക്ക് ചെയ്തു. സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരസ്പരം ഒരു കെയർ, പരസ്പരം ഒരു കൂട്ടായ്മ, ഒരു സ്നേഹബന്ധം. അവർക്ക് എന്തെങ്കിലും ഇല്ലായ്മയുണ്ടോ? ഹല്ലേലൂയ. ചെന്ന് അവിടെ അറിഞ്ഞ് അവരെ സഹായിക്കുന്നത്. വെള്ളിയാഴ്ച ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഒരാളുടെ ഒരു ഇല്ലായ്മ പറഞ്ഞു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഭവനം ഒരു ഓവൻ പോലെയാണ്. ഞാൻ ഇടയ്ക്ക് രാജിയും ഞാനുമായിട്ട് ആ വീട് വിസിറ്റ് ചെയ്ത ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ അത് ഒരു മൈക്രോ ഓവനകത്ത് ഡീപ്രോസ്റ്റ് ചെയ്ത് അതിനകത്ത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ കൈ വന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയും അതുപോലൊരു ഹീറ്റ് അവസ്ഥ. ഞാൻ പുറത്തായിരുന്നു. പിന്നെ അത് എന്നിട്ട് ഞാൻ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയറിന് വന്ന് പറഞ്ഞു, നമ്മളൊരു സഹോദരൻ്റെ കുടുംബം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടുതലും സമയം ചെലവഴിക്കുന്നത്. എല്ലാവരും ഈ ഞായറാഴ്ച ഇരിക്കുന്നവരൊക്കെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിന് വരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ഇത് പറഞ്ഞ് ഹല്ലേലൂയ ആരാധന കഴിഞ്ഞ് ഇറങ്ങി ഉടനെ പോക്കറ്റിൽ കൈയിട്ടിട്ട് അതിനകത്തുള്ള പൈസ മൊത്തം എൻ്റെ കയ്യിൽ എടുത്തു തന്നു. പാസ്റ്ററേ, ഈ പൈസ കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ 9,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ വീടിൻ്റെ റൂഫ് ശരിയാക്കാൻ വേണ്ടി 12,500 രൂപയാവും. ഹല്ലേലൂയ. ഞാൻ അതും പറഞ്ഞു, ഇവിടെ ഇത്രയും പൈസയാണ് വേണ്ടത്. അദ്ദേഹം കൈയിട്ട് പോക്കറ്റിൽ ഇരുന്ന് മൊത്തം എടുത്തിങ്ങ് തന്നു. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തൊരാൾ പറഞ്ഞു, പാസ്റ്ററെ ബാക്കി ഞാൻ തന്നേക്കാം. അങ്ങനെ 12,500 രൂപയും കൊടുത്തു. അവരുടെ വീടിൻ്റെ റൂഫും ഹല്ലേലൂയ അടുത്ത ദിവസം ചെയ്തു. സന്തോഷത്തോടെ അവർ അതിനകത്ത് താമസിക്കുന്നു. ഹല്ലേലൂയ. പരസ്പരം ഒരു കൂട്ടായ്മ, ഇല്ലാത്തവരെ സഹായിക്കുന്ന. ഞായറാഴ്ച മാത്രം വന്ന് ഉള്ളതെടുത്ത് കൊടുത്തിട്ട് പോകുന്നതല്ല. ഹല്ലേലൂയ. ഒന്ന് വിളിക്കണം. രോഗിയായിരിക്കുന്നവരുണ്ടോ? ഒന്ന് വിളിക്കണം. സുഖമില്ലേ? എന്താ സഹോദര, വേണോ? എന്തെങ്കിലും ആവശ്യം വേണോ? ഹല്ലേലൂയ. പോണം, കാണണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എന്ന് കേട്ട ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, അങ്ങനെ ഒരു പ്രിസർവേറ്റീവായിട്ട്, ഒരു സംരക്ഷക വസ്തുവായിട്ട്
അങ്ങ് എന്നെ കണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് നാളുകളായി. ഒന്ന് കണ്ണുകളെ അടച്ച ദിവസനിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? വായിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ബാക്കിലോട്ടൊന്ന് കൊണ്ടുവരാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഹല്ലേലൂയ. കർത്താവെ, പരമപ്രധാനമായ 2 കാര്യങ്ങൾ കർത്താവ് വിരൽ ചൂണ്ടി ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നപ്പാ, തൻ്റെ മക്കളോട് സംസാരിച്ചിരിക്കുന്നു. ദൈവമേ, അത് ചെയ്യുവാൻ ഇന്നു മുതൽ ഈ വചനം ഇന്ന് കേട്ടിരിക്കയാൽ, ഹല്ലേലൂയ, അവർ ഏത് മേഖലയിലായിരുന്നാലും, ഹല്ലേലൂയ, ഈ വചനപ്രകാരം മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. ഞാൻ എടുത്തു പറയട്ടെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ കണ്ണടഞ്ഞ് തന്നെ ഇരിക്കട്ടെ, ദൈവസന്നിധി സമർപ്പണത്തോടെ തന്നെ ആയിരിക്കാം. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നു കൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ പിന്നെ ഒന്നിനും ഉപകരിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ ദൈവ പൈതലേ, വളരെ കെയർഫുള്ളായിരിക്കണം ദൈവസന്നിധിയിൽ. നിന്റെ കാരം നഷ്ടപ്പെട്ടു പോകുവാൻ നിസാര സമയം മതി. നിന്റെ വെളിച്ചം ഇരുളാകുവാൻ നിസാര സമയം മതി. ഹല്ലേലൂയ. നാളുകൾ കൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നേടിയെടുക്കുന്നതിനെ നിസ്സാരമായ ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ടെ, അപ്പാ, എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. ഞാനായിരിക്കുന്ന മേഖലകളിൽ നല്ലൊരു ഉപ്പായി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുവാൻ, ഹല്ലേലൂയ, കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഏൽപ്പിച്ചതിന് എൻ്റെ വീട്ടിൽ, എൻ്റെ ചുറ്റുപാട്, എൻ്റെ ഭവനത്തിൽ, ജെറുസലേം, ജുഡയ, സമാരിയ, എൻഡ്സ് ഓഫ് ദി എർത്ത്, ഹല്ലേലൂയ, ഭൂമിയുടെ അറ്റത്തോളം അതിനെന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ, ചേർന്ന് പാടാം, ചേർന്നു നിൽക്കാതെ, എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ഓ, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ഓ, ദൈവത്തിൻ്റെ, ഓ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണല്ലോ, ഇരുവായ്ത്തലയുള്ള വാളാണല്ലോ, സന്ധിമഞ്ചകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതായ തിരുവചനം ഇന്ന് പകൽക്കാലം ഇവിടെ മുഴങ്ങിക്കേട്ട് കർത്താവേ, ഹല്ലേലൂയ, ആരും ന്യായവിധിക്ക് കാരണമായി തീരാതെ, ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയ്ക്ക് അവകാശികളാക്കി ഈ വചനം മുഖേന ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേരെ കർത്താവിന് വേണ്ടി നമ്മുടെ ആയുസ് കൊണ്ട്, ആരോഗ്യം കൊണ്ട് മരിക്കുന്നതിന് മുമ്പേ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഈ ജീവിതം കൊണ്ട് ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.